ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സോളിക്സ് ആണ്. നമ്മളിന്ന് പോകുന്നത് പുതിയ ഇംഗ്ലീഷ് ചിത്രമായ ഷാഡോ ഫോഴ്സിലേക്കാണ്. കെറി വാഷിംഗ്ടൺ നായികയായും ഒമർ സ്ലൈൻ നായകനായും വരുന്ന സിനിമയാണ് ഷാഡോ ഫോഴ്സ്. ഈ സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐസക്കും കൈറയും കപ്പിൾസാണ്. അവർക്ക് 8 വയസ്സായ ഒരു മകനുണ്ട്. അവർ വർഷങ്ങൾക്ക് മുൻപ് ഒരു എലൈറ്റ് ഫൈറ്റിംഗ് ഫോഴ്സിൻ്റെ ഭാഗമായിരുന്നു. ആ ഫൈറ്റിംഗ് ഫോഴ്സിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ പേരാണ് ഷാഡോ ഫോഴ്സ്. എന്നാൽ ഇന്ന് ഈ ഷാഡോ ഫോഴ്സിൻ്റെ ഹെഡായിരുന്ന അതേ ആൾ തന്നെ ഇവരെ ഹണ്ട് ഡൗൺ ചെയ്യാനായിട്ട് അസാസിൻസിനെ ഹയർ ചെയ്തിരിക്കുന്നു. അങ്ങനെ അസാസിൻസ് ഇവരെ തേടി വരുന്നു. ഇവരെ മകനെയും കൊണ്ട് രക്ഷപ്പെടുന്നു. അപ്പോൾ അവരുള്ളൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമും അതിൻ്റെ ഇടയിലുള്ള ഫൈറ്റ് സീക്വൻസും ആക്ഷനും അവസാനം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെയാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ്. ഹൈ മൊമെൻറ്റ്സ് ഒന്നും തന്നെയും ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിലില്ല. ഇത്രയും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ കിട്ടിയിട്ടും, കെറി വാഷിംഗ്ടണും ഒമർ സ്ലൈനും രണ്ടുപേരും അത് വേണ്ടത്ര ഉപയോഗിക്കാനായിട്ട് ഇതിൻ്റെ ഡയറക്ടേഴ്സിന് സാധിച്ചില്ല. കെറി വാഷിംഗ്ടൺ തന്നെയാണ് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറും. പുള്ളിക്കാരുടെ ഫസ്റ്റ് ആക്ഷൻ മൂവിയാണ്. പക്ഷേ വളരെ ഓക്കേഷ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പേഴ്സണലി ഈ സിനിമ തന്നത്. ഒരു തിയേറ്ററിൽ നമ്മളൊരു 100-300 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 200 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണാനുള്ള ഒന്നും തന്നെ ഈ സിനിമയിലില്ല. രണ്ട് ആക്ഷൻ സീക്വൻസ് മാത്രമേ ഉള്ളൂ. ഒന്ന് ക്ലൈമാക്സിൽ വരുന്ന ഏതാണ്ട് ഒരു 20-25 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. പിന്നെ അതിന് മുമ്പ് വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്ന, മോസ്റ്റ് പ്രോബബ്ലി സിനിമ എൻ്റർലി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഒരു OTT പ്ലാറ്റ്ഫോമിന് അല്ലെങ്കിൽ ഡയറക്റ്റ് ടു DVD എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ ലക്ഷ്യമിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ അതിന് തിയേറ്റർ റിലീസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പേഴ്സണലി തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്ന് റെക്കമെൻഡ് ചെയ്യില്ല. എന്നാലും ഒരു ഇംഗ്ലീഷ് സിനിമ കാണണം, ആക്ഷൻ സിനിമയെ കാണണമെന്നുള്ളവർക്ക് കാണാം. വേറെ കറണ്ട്ലി ഇപ്പോൾ തണ്ടർ ബോൾട്ടും അതുപോലെ പടങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ സിന്നാസൊക്കെ ഉണ്ടെങ്കിൽ സിന്നാസൊക്കെ കാണുക, ഗംഭീര പടമാണ്. പക്ഷേ ഈ പടം വളരെ നിരാശാജനകമായൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത്. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.